രാജ്യത്തെ നടുക്കിയ ഭീകരാക്രമണമായിരുന്നു ഏപ്രിൽ 22-ന് ബൈസറൻ വാലിയിൽ നടന്നത്. 26 നിരപരാധികളുടെ ജീവനെടുത്ത കൊടും ക്രൂരതയ്ക്ക് 15-ാം നാളിൽ ഇന്ത്യ പകരം വീട്ടുന്നു. സൈനിക വേഷത്തിലെത്തിയ അക്രമികൾ വിനോദസഞ്ചാരികൾക്കു നേരെ വെടിയുതിർക്കുകയായിരുന്നു. ആക്രമണത്തിനു ശേഷം പാർക്കിന്റെ ഇടതുവശത്തുള്ള മതിൽ ചാടി രക്ഷപ്പെട്ടു. ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ദ റെസിസ്റ്റൻസ് ഫ്രണ്ട് ഏറ്റെടുത്തു. ഭീകരാക്രമണത്തെ രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും അപലപിച്ചു. ശ്രീനഗറിലെത്തിയ ആഭ്യന്തരമന്ത്രി അമിത്ഷാ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ളയുമായി കൂടിക്കാഴ്ച നടത്തി. അന്വേഷണത്തിന് NIA സംഘം ബൈസരൻ താഴ്വരയിലെത്തി. സൗദി സന്ദർശനം വെട്ടിച്ചുരുക്കി ഇന്ത്യയിലെത്തിയ പ്രധാനമന്ത്രി അടിയന്തര യോഗം വിളിച്ചു. ഭീകരാക്രമണത്തിൽ പാകിസ്ഥാന്റെ പങ്കിന് തെളിവ് ലഭിച്ചു. ആക്രമണം നടത്തിയവരിൽ 2 പേർ പാക് പൗരന്മാരും 2 പേർ കശ്മീർ സ്വദേശികളാണെന്നും അന്വേഷണ ഏജൻസികൾക്ക് വിവരം ലഭിച്ചു. മുഖ്യ സൂത്രധാരൻ പാക് ഭീകര സംഘടന ലഷ്കർ-ഇ-ത്വയ്ബയിലെ 2-ാമൻ സൈഫുള്ള കസൂരി എന്ന വിവരം ലഭിച്ചു. ആസൂത്രിതമായ ഭീകരാക്രമണം. പുറത്തുവന്ന വിവരങ്ങളെല്ലാം പാക് ബന്ധം ഉറപ്പിക്കുന്നതായിരുന്നു. സംഘത്തിലെ 2 പേർ പഷ്തൂൺ ഭാഷ സംസാരിക്കുന്ന പാക് പൗരന്മാർ, 2 പേർ കശ്മീർ സ്വദേശികൾ. സുലൈമാൻ ഷാ, അസിഫ് ഫൗജി, അബു തൽഹ, ആദിൽ എന്നിവരാണ് ആക്രമണം നടത്തിയ സംഘത്തിൽ. കൃത്യമായ ആസൂത്രണത്തോടെയാണ് ഭീകരർ ആക്രമണം നടത്തിയത്. പെഹൽഗാമിന് 50 കിലോമീറ്റർ ചുറ്റളവിൽ ഭീകരർക്കായി പഴുതടച്ചുള്ള സുരക്ഷാസേനയുടെ തിരച്ചിൽ. ഇതിനിടെ ഡൽഹിയിൽ തുടർച്ചയായ ഉന്നതതല യോഗങ്ങൾ. ഒടുവിൽ 15-ാം നാൾ തിരിച്ചടി. ന്യൂസ് ഡെസ്ക് 24.